അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ക്യാരറ്റ് ഹൽവയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റാണ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് പാലിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പാലൊക്കെ തിളച്ച് നല്ലതുപോലെ വറ്റി കുറുകി വരാനുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി അതൊന്ന് തിളച്ച് നല്ലതുപോലെ ക്യാരറ്റൊക്കെ കുക്കായി ഒന്ന് വരട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ റൈസിൻസോ കാഷ്യൂനട്ടോ ഒക്കെ വറുത്ത് ചേർക്കാവുന്നതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ബദാം ഇവിടെ തൊലി കളഞ്ഞൊന്ന് ഗാർണിഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.